വിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടം. ഈദാൻ എപ്പോഴും തന്നെ സ്വന്തം ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിച്ചിരുന്നു. വർഷങ്ങളോളം അവൻ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ കഠിനമായി അധ്വാനിച്ചു, കഴിയുന്നതെല്ലാം സംരക്ഷിച്ചു. ഒരു ദിവസം അവൻ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. അവൻ രാജിവെച്ചു തന്റെ ചെറിയ ഡിസൈൻ സ്റ്റുഡിയോ പണിയാൻ തുടങ്ങി. ആദ്യം എല്ലാം നന്നായി പോയി. ക്ലയന്റുകൾ വന്നു, പ്രൊജക്ടുകൾ കൂടി വന്നു. അവൻ സ്വയം ആത്മവിശ്വാസം അനുഭവിച്ചു. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാഹചര്യങ്ങൾ ആകെ മാറാൻ തുടങ്ങി. ഒരേ മേഖലയിൽ കനത്ത മത്സരം കാരണം ജോലി വേഗം കുറഞ്ഞു തുടങ്ങി. ബില്ലുകൾ കൂടിക്കൊണ്ടിരുന്നു. സംശയങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ തെറ്റ് ചെയ്തോ? ഒരുപക്ഷെ ഞാൻ എൻ്റെ ജോലിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഒരു വൈകുന്നേരം അവൻ തൻ്റെ ബാൽക്കണിയിൽ ശാന്തമായിരിക്കുമ്പോൾ വെള്ളത്തിൽ മേൽ നടന്ന പത്രോസിന്റെ കഥ അവൻ ഓർത്തു. പത്രോസിന് മുന്നോട്ട് കാലെടുത്തു വെക്കാനുള്ള വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അവൻ സംശയിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ മുങ്ങാൻ തുടങ്ങി. ഈദാനും അതുതന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഭയം അദ്ദേഹത്തെ താഴേക്ക് വലിച്ചുകൊണ്ടു പോകുവാൻ അനുവദിക്കുകയായിരുന്നു. അവൻ കണ്ണുകൾ അടച്ച് മന്ദസ്വരത്തിൽ പറഞ്ഞു, കർത്താവേ, ഭയത്താലല്ല വിശ്വാസത്താൽ നടക്കാൻ എന്നെ സഹായിക്കുക. ആ നിമിഷം മുതൽ ഈദാൻ വീണ്ടും വിശ്വസിക്കാൻ തീരുമാനിച്ചു. ഒരു സമയത്ത് ഒരു പടി. പതിയെ അവൻ പുതിയ ക്ലയന്റുകൾ സമീപിക്കാൻ തുടങ്ങി. തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി. തന്നെ ഇത്രയും ദൂരം എത്തിച്ച ദൈവം തന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് അവൻ വിശ്വസിച്ചു. മാസങ്ങൾക്ക് ശേഷം അവന്റെ ബിസിനസ് മുമ്പത്തേക്കാൾ ശക്തമായി വളർന്നു. ഈദാൻ ഇത് സ്വന്തം കാര്യമായി ഒതുക്കി വയ്ക്കാതെ സംശയങ്ങൾക്കിടയിലും ദൈവം എങ്ങനെ സഹായിച്ചു എന്നതിനെ കുറിച്ച് അവൻ സാക്ഷ്യം വഹിച്ചു. ജീവിതത്തിലെ തിരമാലകൾ വളരെ ശക്തമാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാൻ മറ്റു പലരെയും പ്രോത്സാഹിപ്പിച്ചു. പാഠം: വിശ്വാസം എന്ന കൊടുങ്കാറ്റ് മാറുമെന്ന അർത്ഥമല്ല. ദൈവത്തിന്റെ കരം നിങ്ങളെ പിടിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ മുങ്ങാതെ നിൽക്കുമെന്നതാണ് വിശ്വാസം. നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഭയം പറയുമ്പോൾ ഓർമ്മിക്കുക, യേശു ഇപ്പോഴും തന്റെ കൈ നീട്ടി എന്തുകൊണ്ട് നീ സംശയിച്ചു എന്ന് ചോദിക്കും. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. മത്തായി 14 അധ്യായം 31 വാക്യം.